എല്ലാവർക്കും നമസ്കാരം. പുതുവർഷത്തെ വരവേൽക്കുവാനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ഇങ്ങനെയുള്ളപ്പോൾ എല്ലാവർക്കും അവർ ഈ ഒരു പുതുവർഷം ശുഭകരമാണോ, അവരവർക്ക് നല്ല കാര്യങ്ങളൊക്കെയാണോ ഉണ്ടാകുന്നത് എന്നറിയുവാനായിട്ട് വളരെ ആകാംക്ഷയുണ്ട് എന്നറിയാം. അതിനാൽ തന്നെ ഓരോ രാശി ജാതർക്കും ഈ ഒരു 2026 എങ്ങനെയുണ്ട് എന്ന് ചാരവശാൽ ഗ്രഹങ്ങളുടെ സ്വാധീനം ഇവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം നക്ഷത്ര ജാതരെ ചിന്തിച്ചാൽ ഇവർക്ക് വ്യാഴം 2026 3-4 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. അവർക്ക് ശനി 12-ാം ഭാവത്തിലും രാഹു 11-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ വ്യാഴത്തിൻ്റെ 3-4 ഭാവങ്ങളിലെ സ്ഥിതി അത്ര ശോഭനമല്ല. എന്നിരുന്നാലും ഇവർക്ക് രാഹു 11-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ചില നല്ല ഗുണങ്ങളും, അതായത് ദ്രവ്യലാഭവും ഭൂലാഭവും ഒക്കെ സിദ്ധിക്കാനുള്ളൊരു സാധ്യത കാണുന്നു. ശനിയുടെ 12-ാം ഭാവത്തിലെ സ്ഥിതി അവർക്ക് 7 ശനിയിലെ ആദ്യത്തെ 2.5 വർഷക്കാലം ആണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് 7 ശനി ദോഷം ഉണ്ട്. അത് സ്ഥാനഭ്രംശത്തിനും കാര്യങ്ങൾക്ക് തടസ്സവും ബന്ധുക്കൾ മൂലം ഉണ്ടാകുന്ന ദുഃഖങ്ങളാൽ ദീനത്വവും നാൽക്കാലികളിൽ നിന്നുള്ള ഭയവും ഒക്കെയാണ് കാണുന്നത്. എന്നാൽ തന്നെ ശനിയെയും വ്യാഴത്തിനെയും പ്രീതിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമായി കാണുന്നു. ശനിയെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ശാസ്താക്ഷേത്രങ്ങളിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലുമൊക്കെ ആഴ്ചകളിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകൾ നടത്തുകയും ഒക്കെ വേണം. വ്യാഴത്തിന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലുന്നത് വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടുവാനും ഗുണകരമാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം നക്ഷത്ര ജാതർക്കും രോഹിണി മകയിര 1, 2 പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശനി 11-ാം ഭാവത്തിലും രാഹു 10-ാം ഭാവത്തിലും കേതു 4-ാം ഭാവത്തിലും വ്യാഴം 2, 3 ഭാവങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ജൂൺ 3 വരെയും ഇവർക്ക് വ്യാഴം 2-ലും പിന്നെ ഉള്ള സമയം വ്യാഴം 3-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാഴം 2-ൽ ഉള്ള ഈ ഒരു സമയവും ശനിയുടെ 11-ാം ഭാവത്തിലെ സ്ഥിതിയുമൊക്കെ നോക്കിയാൽ ഇവർക്ക് വളരെ അനുകൂലമായ സമയമാണ് പറയേണ്ടത്. രാഹുവിൻ്റെ 10-ാം ഭാവത്തിലെ സ്ഥിതി ചില തൊഴിൽ രംഗത്ത് ചില മന്ദത അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയും കേതുവിൻ്റെ 4-ലെ സ്ഥിതിയും അത്ര അനുകൂലമല്ല. എന്നാലും ശനിയുടെ 11-ാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് വളരെ അനുകൂലം തന്നെയാണ്. പിതൃസ്വത്തിൻ്റെ ലബ്ധിയിലൂടെയൊക്കെ സാമ്പത്തിക ഉന്നമനമുണ്ടാകാം. യാത്ര മുഖേനയോ മറ്റുള്ളവരുമായിട്ടുള്ള പണമിടപാടുകൾ മുഖേനയോ ഒക്കെ സാമ്പത്തിക ഉന്നമനം പ്രതീക്ഷിക്കണം. വ്യാഴം 2-ൽ നിൽക്കുന്നത് വരെയും. വ്യാഴം 3-ലോട്ട് വരുമ്പോൾ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. വ്യാഴപ്രീതിക്കായിട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ വ്യാഴാഴ്ചകളിൽ ദർശിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. രാഹുവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് പ്രധാനമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുക. കേതുവിൻ്റെ 4-ലെ സ്ഥിതി അനുകൂലമല്ല. അത് വീട്ടിൽ കലഹസാധ്യതയാണ് അത് കാണിക്കുന്നത്. അതിനാൽ തന്നെ കേതു പ്രീതിക്കായിട്ട് ചാമുണ്ഡി ക്ഷേത്രങ്ങൾ ദർശിക്കുകയും ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകയിര 3, 4 പാദം നക്ഷത്ര ജാതർക്കും തിരുവാതിര പുണർത 1, 2, 3 നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 1, 2 ഭാവങ്ങളിലും ശനി 10-ാം ഭാവത്തിലും രാഹു 9-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവർക്ക് ഒരുവിധം അനുകൂലം തന്നെയാണ് പറയേണ്ടത്. എന്നാൽ ശനിയുടെ 10-ാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് കണ്ടകശനിയായിട്ടാണ് അനുഭവപ്പെടുക. അതിനാൽ തന്നെ ഇവർക്കൊരു സ്ഥാനചലനവും വ്യയാധിക്യവുമൊക്കെ സാധ്യത കാണുന്നു. ധനസമ്പാദനത്തിന് അവസരം വന്നു ചേരും. ഈ വ്യാഴത്തിൻ്റെ 1, 2 ഭാവങ്ങളിലെ സ്ഥിതി കൊണ്ട് മാനസിക വ്യഥകളൊക്കെ അലട്ടാനുള്ളൊരു സാധ്യതയാണ് ഈ ഒരു രാഹുവിൻ്റെ 9-ാം ഭാവത്തിലെ സ്ഥിതി സൂചിപ്പിക്കുന്നത്. യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. എന്നാലും വ്യാഴം അനുകൂലം തന്നെയാണ് ഇവർക്ക്. ഈ ഒരു 2026 ശനിയുടെ ആ ഒരു കണ്ടക ശനി ഭാവത്തിൻ്റെ ദോഷസാധ്യത കുറയ്ക്കുവാനായിട്ട് ശനിയെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ഇവർ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യേണ്ടതാണ്. മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് ഈ ഒരു രാഹുവിൻ്റെ 9-ാം ഭാവത്തിലെ സ്ഥിതിയും ഒക്കെ കണക്കിലെടുത്ത് ഇവർ രാഹുപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. രാഹുദോഷ പരിഹാരത്തിന് സർപ്പദൈവങ്ങളെയും ദുർഗാദേവിയെയുമാണ് നമിക്കേണ്ടത്. നിത്യവും സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സ്വാധികേ ശരണേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന മന്ത്രം നിത്യവും ജപിക്കേണ്ടതുണ്ട്.
കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം 4-ാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് 2026 വ്യാഴം 12ഉം 1ഉം ഭാവങ്ങളിലും, ശനി 9-ാം ഭാവത്തിലും, രാഹു 8-ാം ഭാവത്തിലുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. ഇവർക്ക് വ്യാഴത്തിൻ്റെ 12ലെ സ്ഥിതി അത്ര അനുകൂലമല്ല, ഇവർക്ക് വ്യയാധിക്യമാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും വ്യാഴം ലഗ്നത്തിലോട്ട് വരുമ്പോൾ, അവരുടെ കർക്കിടകത്തിലോട്ട് വരുമ്പോൾ അവർക്ക് അനുകൂല ഫലങ്ങളൊക്കെ ഉണ്ടാവുമെന്നറിയുക. എന്നാൽ രാഹുവിൻ്റെ 8-ാം ഭാവത്തിലെ സ്ഥിതിയും കേതുവിൻ്റെ 2-ാം ഭാവത്തിലെ സ്ഥിതിയും അത്ര അനുകൂലമല്ല എന്നറിയണം. വ്യയാധിക്യം തന്നെയാണ്, കാര്യങ്ങൾക്കൊക്കെ തടസ്സവുമൊക്കെയാണ് ഈ ഒരു രാഹുകേതുക്കൾ കാണിക്കുന്നത്. ശാസ്ത്രീയ അഭിരുചിയൊക്കെ കൂടും, വിമർശനാത്മകമായ മനസ്സ് ഉണ്ടാവാനുള്ളൊരു സാധ്യത, ദൂരയാത്രയും വിദേശ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലും ബന്ധുക്കളുടെ വേർപാടും പ്രവൃത്തിക്ക് അംഗീകാരം ലഭിക്കാതിരിക്കുക തുടങ്ങിയവയുമൊക്കെ ഫലമാകുന്നു. എന്നാൽ തന്നെ രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. രാഹു പ്രീതിക്കായിട്ട് നാഗക്ഷേത്രങ്ങൾ ദർശിക്കുക, കേതുവിൻ്റെ പ്രീതിക്കായിട്ട് ചാമുണ്ഡി ദേവിയെയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വ്യാഴത്തിൻ്റെ 12ലെ സ്ഥിതി ജൂൺ 3 വരെ ഉള്ളതിനാൽ ആ ഒരു സമയത്തും വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടുവാനായിട്ട് മഹാവിഷ്ണുവിനെ ദർശിക്കുകയും വിഷ്ണു സഹസ്രനാമ ജപം പോലെയുള്ള ജപങ്ങൾ ശീലിക്കുകയും ചെയ്യുക. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1-ാം പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 11ഉം 12ഉം ഭാവങ്ങളിലും, ശനി 8-ാം ഭാവത്തിലും, രാഹു 7-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ് 2026. 11ലെ വ്യാഴം ജൂൺ 3 വരെയുണ്ട്. അത് അനേകം സത്ഫലങ്ങൾ സമ്മാനിക്കും. എന്നാൽ വ്യാഴത്തിൻ്റെ 12ലെ സ്ഥിതി അത്ര അനുകൂലമല്ല. രാഹുവിൻ്റെ 7-ാം ഭാവത്തിലെ സ്ഥിതിയും അനുകൂലമല്ലെന്ന് തന്നെ പറയണം. ജന്മത്തിലാണ് ഇവർക്ക് കേതു. എന്നാൽ തന്നെ ചില മാന്ത്രിക വിദ്യയും ജാലവിദ്യയും എന്നിവയിലൂടെയൊക്കെയുള്ളൊരു ഗുണാനുഭവമൊക്കെ പ്രതീക്ഷിക്കാം. ശത്രുക്കളിൽ നിന്ന് പരോക്ഷമായും സുഹൃത്തുക്കളിലൂടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയും കൈവരിക്കാനുള്ളൊരു സാധ്യതയും പറയണം. 11ലെ വ്യാഴത്തിൻ്റെ സമയത്ത് പൈതൃക സ്വത്ത് ലഭിക്കും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വ്യാഴം 11ൽ നിൽക്കുന്ന സമയം. എന്നാൽ വ്യാഴം 12ലോട്ട് വരുമ്പോൾ സാമ്പത്തിക നഷ്ടവും വർദ്ധിച്ച യാത്രയും ചെലവുമൊക്കെയാണ് ഫലം. എന്നാൽ തന്നെ ജൂൺ 3 ശേഷമുള്ള കാലയളവിൽ ഇവർ വ്യാഴ പ്രീതി വരുത്തേണ്ടതുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസമൊക്കെ നടത്തി വ്യാഴപ്രീതി വരുത്തുക. ശനിയുടെ അഷ്ടമത്തിലെ സ്ഥിതിക്കും ആരോഗ്യ സംബന്ധമായ ക്ലേശങ്ങളൊക്കെ കാണുന്നതിനാൽ ശനി പ്രീതിക്കായിട്ട് ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗുണഫലം ചെയ്യും. രാഹുവിൻ്റെ 7-ാം ഭാവത്തിലെ സ്ഥിതി ആയതുകൊണ്ട് തന്നെ നാഗക്ഷേത്രങ്ങളിലും വേണ്ട വഴിപാടുകളൊക്കെ നടത്തുക. ദാമ്പത്യ ക്ലേശങ്ങളിൽ നിന്നൊക്കെ ഇത് ഒരു പരിധിവരെ ഇല്ലാതാക്കും എന്നറിയുക. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2ഉം 3ഉം 4ഉം പാദം നക്ഷത്ര ജാതർക്കും, അത്തം ചിത്തിര 1ഉം 2ഉം പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 10ഉം 11ഉം ഭാവങ്ങളിലും, ശനി 7-ാം ഭാവത്തിലും, രാഹു 6-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. കണ്ടകശനി ആയതിനാൽ ശനിദോഷത്തെ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ശനിപ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ 11ലോട്ട് വരുമ്പോൾ ഇവർക്ക് ഉയർന്ന സ്ഥാനലബ്ധിയും സാമൂഹിക അംഗീകാരവും വ്യക്തിവൈശിഷ്ട്യവും ഒക്കെ ഉണ്ടാകാനുള്ള നല്ല സമയമാണ് എന്ന് മനസ്സിലാക്കണം. പ്രവർത്തന മണ്ഡലത്തിൽ വിജയവും ശത്രുനാശഫലങ്ങളുമൊക്കെ വേണം പ്രതീക്ഷിക്കേണ്ടത്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3ഉം 4ഉം പാദം നക്ഷത്ര ജാതർക്കും, ചോതി വിശാഖം 1ഉം 2ഉം 3ഉം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 9ഉം 10ഉം ഭാവങ്ങളിലും, ശനി 6-ാം ഭാവത്തിലും, രാഹു 5-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. 9ലെ സ്ഥിതി വളരെ അനുകൂലം തന്നെയാണ്. ഇവർക്ക് പൊതുവെ പൈതൃക സ്വത്തിന് ഉള്ള ആനുകൂല്യവും അതുപോലെ തന്നെ വിവാഹത്തിലൂടെയും ഇൻഷുറൻസിലൂടെയും ഒക്കെ സൗഭാഗ്യം വരുവാനുമൊക്കെ ഉള്ളൊരു സമയമാണ്. വാതപിത്ത കഫജന്യമായുള്ള അസ്വസ്ഥതകളും തെറ്റിദ്ധാരണകൾക്കും ഒക്കെയുള്ള ഒരു സമയമായതിനാൽ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. രാഹുപ്രീതിയാണ് ഇവർ വരുത്തേണ്ടത്. രാഹുപ്രീതിക്കായിട്ട് നാഗക്ഷേത്രങ്ങൾ ദർശിക്കുകയും വേണ്ട വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി വൃശ്ചികക്കൂറിൽപ്പെട്ട വൃഷാകം 4ഉം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 8ഉം 9ഉം ഭാവങ്ങളിലും, ശനി 5-ാം ഭാവത്തിലും, രാഹു 4-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. വ്യാഴത്തിൻ്റെ 8ലെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല തന്നെ.
അഷ്ടമ വ്യാഴദോഷം തീർക്കുവാനായിട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട പരിപാടികൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ജൂൺ 3 കഴിഞ്ഞു ഉള്ള വ്യാഴം 9 വരുമ്പോൾ ഇവർക്ക് അനുകൂല ഫലങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത്. എന്നാൽ രാഹുവിൻ്റെ 4-ാം ഭാവത്തിലെ സ്ഥിതി ഉള്ളതിനാൽ കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളും ഭയവും യാത്രാ ദുരിതങ്ങളും ഒക്കെ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാഹുവിനെയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. രാഹുദോഷ പരിഹാരത്തിനായിട്ട് നാഗക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ നടത്തിക്കൊള്ളുക. ഇനി ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7ഉം 8ഉം ഭാവങ്ങളിലും ശനി 4-ാം ഭാവത്തിലും രാഹു 3-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. വ്യാഴം 8ൻ്റെ 7ലെ സ്ഥിതി വളരെ അനുകൂലം തന്നെയാണ്. അവർക്ക് ഭാഗ്യവും ഉദാര മനസ്സുമുള്ള പങ്കാളിയുമായിട്ടൊക്കെ ഒത്തുചേരാൻ സാധിക്കും. വിവാഹം അന്വേഷിക്കുന്നവർക്കൊക്കെ നല്ല ഫലങ്ങളൊക്കെ തന്നെയാണ് സമ്മാനിക്കുന്നത്. കുടുംബജീവിതത്തിലൊക്കെ സമാധാനവും ഐക്യവുമൊക്കെ ഉണ്ടാകും. ദമ്പതികൾക്കിത് വളരെ നല്ല സമയം തന്നെയാണ്. അർഹതയുള്ളവർക്ക് സന്താന ഭാഗ്യവും ഉണ്ടാവും. മിക്കവാറും ഇത് പുത്രനായിരിക്കുകയും ചെയ്യും. സ്ത്രീകളൊക്കെ വീട്ടുകാര്യങ്ങൾ നന്നായി നോക്കും. അനാവശ്യമായിട്ട് ഭർത്താവിനെ സംശയിക്കരുത്. അങ്ങനെ ചെയ്താൽ മാനസിക സംഘർഷങ്ങൾക്കിടയാക്കും. മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കണം. വിവാഹപ്രായമെത്തിയവർക്ക് നല്ല വിവാഹത്തിന് യോഗവും എല്ലാ സന്തോഷവും ഉണ്ടാകും. ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. ബിസിനസ് ആവശ്യങ്ങൾക്കായിരിക്കും കൂടുതൽ. ഇതിൽ ചിലത് ഫലപ്രദമാകുകയും ചെയ്യും. എന്നാൽ ഇത് വ്യാഴം 8ലോട്ട് മാറുമ്പോൾ ഈ ഒരു അവസ്ഥകൾക്കൊക്കെ ഒരു മങ്ങലേൽക്കുകയും വ്യാഴപ്രീതി വരുത്തേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ശനിയുടെ 4-ാം ഭാവത്തിലെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട്, അത് കണ്ടകശനി ദോഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശനിപ്രീതിക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളണം. ശനിയാഴ്ച ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും ശാസ്താപ്രീതി വരുത്തേണ്ടതുണ്ട്. ഗാർഹിക മേഖലയിലൊക്കെ ഈ സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ വർദ്ധിക്കും. പ്രതികൂലമായ ചുറ്റുപാടുകളൊക്കെ ഉണ്ടെങ്കിലും വ്യാഴം 7-ൽ നിൽക്കുന്നതുവരെ ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റും. എന്നാൽ വ്യാഴം 8ലോട്ട് പോകുമ്പോൾ സ്ഥിതി അതല്ല. എന്തെന്നാൽ ഈ ഒരു ശനിദോഷത്തിൻ്റെ പ്രഭാവം കൂടും. വ്യാഴത്തിൻ്റെ അഷ്ടമ വ്യാഴം മറയുകയും കൂടെ ചെയ്യുമ്പോൾ, എന്നാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാഹുവിൻ്റെ 3-ാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് അനുകൂലം തന്നെയാണ്. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2ഉം 3ഉം 4ഉം പാദം നക്ഷത്ര ജാതർക്കും തിരുവോണം അവിട്ടം 1ഉം 2ഉം പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 6ഉം 7ഉം ഭാവങ്ങളിലും ശനി 3-ാം ഭാവത്തിലും രാഹു 2-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ ഇവർക്ക് വ്യാഴം 6 നിൽക്കുന്നത് അനുകൂലമല്ല. അത് കഴിഞ്ഞ ശേഷമുള്ള ജൂൺ 3-ന് ശേഷമുള്ളൊരു കാലം ഇവർക്ക് അനുകൂലമാണ്. നാൽക്കാലി ലാഭവും പുത്രലാഭവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും സർവാഭിഷ്ട സിദ്ധിയുമൊക്കെയാണ് ഈ ജൂൺ 3-ന് ശേഷം പ്രതീക്ഷിക്കേണ്ടത്. ആരോഗ്യസ്ഥിതി കരുതേണ്ടതുണ്ട്. വൃഥാസഞ്ചാരവും ധനനാശവുമൊക്കെ ഈ വ്യാഴം 6 നിൽക്കുമ്പോൾ ജൂൺ 3 വരെയുള്ളൊരു കാലഘട്ടം ധനനാശമൊക്കെ വരാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് വ്യാഴപ്രീതി ജൂൺ 3 വരെയുള്ളൊരു കാലഘട്ടത്തിൽ നിർബന്ധമായിട്ടും നടത്തുക. അതിനുശേഷമുള്ളൊരു കാലം ഇവർക്ക് ഗുണഫലം തന്നെയാണ് ഉണ്ടാകുന്നത്. കുറച്ച് ധനവ്യയത്തിനുള്ളൊരു സാധ്യതയാണ് രാഹു കാണിക്കുന്നത്. എന്നാൽ തന്നെ രാഹു പ്രീതിക്കായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളണം. ഇനി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3ഉം 4ഉം പാദം നക്ഷത്ര ജാതരും ചതയം പൂരിട്ടാതി 1ഉം 2ഉം 3ഉം പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 5ഉം 6ഉം ഭാവങ്ങളിലും ശനി 2-ാം ഭാവത്തിലും രാഹു 1-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. അതായത് കേതു അപ്പോൾ അവർക്ക് 7-ാം ഭാവത്തിലാണ്. ഇവർക്ക് വ്യാഴം 5-ൽ നിൽക്കുന്ന കാലത്തോളം ഇവർക്ക് അനുകൂല ഫലങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. ഫലപ്രദമായ ശുശ്രൂഷയിലൂടെ ഇവർക്ക് വേഗത്തിൽ രോഗശാന്തി വരികയും വിശ്വസ്തരായ പരിചാരകരെയും ഒക്കെയാണ് കാണേണ്ടത്. എന്നാൽ വ്യാഴം 6ലോട്ട് പോകുമ്പോൾ ഇവർക്ക് വ്യാഴം മറഞ്ഞ സ്ഥിതി വരികയാണ്. അപ്പോൾ രാഹുവിൻ്റെ ആ ഒരു ജന്മത്തിലെ സ്ഥിതിയുമൊക്കെ കണക്കിലെടുത്ത് ഇവർക്ക് വ്യാഴപ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വ്യാഴപ്രീതിക്കായിട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുകയും ഒക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു കുടുംബത്തിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു സാധ്യത കണക്കിലെടുക്കണം. അതുപോലെ ഈ രാഹുവൊക്കെ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ടൊക്കെ ഒരു കലഹ സാധ്യതയും ഒക്കെ കണക്കിലെടുത്ത് രാഹുപ്രീതിയും അതുപോലെ തന്നെ കേതുപ്രീതിയും നടത്തേണ്ടത് ആവശ്യമാണ്. കേതുപ്രീതിക്കായിട്ട് ചാമുണ്ഡി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഗണപതി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം. അതുപോലെ തന്നെ രാഹുപ്രീതിക്കായിട്ട് നാഗര പ്രാധാന്യമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടതുണ്ട്. മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി 4-ാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 4ഉം 5ഉം ഭാവങ്ങളിലും ശനി ജന്മത്തിലും
രാഹു 12ാം ഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 5ാം ഭാവത്തിലോട്ട് വ്യാഴം വരുമ്പോൾ ഇവർക്ക് അനുകൂല സമയമാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാലും ശനിയുടെ ജന്മത്തിലെ സ്ഥിതി ഇവർക്ക് 2 ശനിയുടെ ആ ഒരു ദോഷം കിടക്കുന്നതിനാൽ ശനിപ്രീതി നടത്തേണ്ടതുണ്ട്. ആഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചൊക്കെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് പറയേണ്ടത്. എന്നാലും ഇവർക്ക് വ്യയം അധികരിക്കും. കാരണം രാഹു 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വ്യയം അനുഭവിക്കും. ഒരു ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. വ്യാഴം 5ലോട്ട് വരുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു സമാധാനം വരും എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ജൂൺ 3 തൊട്ടുള്ളൊരു കാലഘട്ടമാണ് ഇവർക്ക് കുറച്ചുകൂടി നല്ല കാലഘട്ടമായിട്ട് പറയേണ്ടത്. അപ്പോൾ നിർബന്ധമായിട്ടും 2 ശനിക്ക് പരിഹാരങ്ങൾ ചെയ്തു കൊള്ളുക. ഇത്രയുമൊക്കെയാണ് ഈ ഒരു 2026 നക്ഷത്രഫലത്തെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുക. ഓരോ രാശിജാതരുടെയും പൊതുവായ ഒരു വർഷഫലമാണ് ഇവിടെ പറയുന്നത്. എന്തെന്നാൽ ഈ ഒരു വ്യാഴത്തിനും ശനിക്കും രാഹുകേതുക്കൾക്കുമാണ് ഓരോ രാശിയിൽ കൂടുതൽ നിന്നുകൊണ്ട് മനുഷ്യനെ സ്വാധീനിക്കുവാൻ കഴിയുന്നത്. മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനം വളരെ മനുഷ്യനെ സ്വാധീനിക്കുന്നുവെങ്കിലും അവർ 1 മാസവും 45 ദിവസവും ഒക്കെ കൂടുമ്പോൾ രാശി മാറുന്നത് കൊണ്ടാണ് അത് മാസഫല ചിന്തയിലും വാരഫല ചിന്തയിലുമൊക്കെയാണ് പറയുവാൻ കഴിയുക. അപ്പോൾ അത് കൂടാതെ ഓരോരുത്തരുടെയും ജാതക ചിന്തയിലെ ദശാനാഥന്മാരും അപഹാരനാഥന്മാരും വളരെയേറെ സ്വാധീനം മനുഷ്യനിൽ ചെലുത്തുന്നുണ്ട്. അപ്പോൾ ജാതക ചിന്തയിലൂടെ ഈ ഒരു ഫലവും ഒക്കെ മനസ്സിലാക്കി അങ്ങനെ ദശാനാഥന്മാരെയും അപഹാരനാഥന്മാരെയും ഒക്കെ പ്രീതിപ്പെടുത്തുകയും കൂടി വേണം. വർഷചാരഫലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പൊതുവായ ഒരു ഫലവും കൂടി. അതായത് നമുക്ക് അപഹാര കാലങ്ങൾ അനുകൂലവും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ അനുകൂലമാണെങ്കിൽ ഈ ഒരു ചാരഫലം വളരെ പ്രസക്തിയാണ്. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്വാധീന മൂലമുള്ള ആ ഒരു ഗ്രഹങ്ങളുടെ ശാന്തി കൂടെ വരുത്തുകയാണെങ്കിൽ വരുന്ന ദോഷങ്ങളെയൊക്കെ ഒരു പരിധിവരെ തടുക്കുവാനും മറ്റ് ജീവിതം അനുകൂലമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ചാരഫല ചിന്തയുടെ പ്രസക്തി. എല്ലാവർക്കും ഒരു നല്ലൊരു 2026 വർഷമായിരിക്കട്ടെ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. എൻ്റെ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.